കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ യോജിച്ച സമരത്തിനില്ലെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കി. എന്നാൽ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയാണ് LDF. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് നേരിൽ കണ്ട് ക്ഷണം നൽകുമെന്നും വിവരങ്ങൾ അറിയുന്നു. എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പങ്കെടുപ്പിക്കാൻ LDFന് താല്പര്യമില്ല താനും. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മുഴുവൻ സമയവും കൊമ്പ് കുറക്കുന്ന രണ്ട് ചേരികൾ ഡൽഹിയിൽ ഒന്നിക്കുമ്പോൾ അത് മറ്റൊരു മെസ്സേജ് അല്ലേ പാവപ്പെട്ട വോട്ടേഴ്സിന് നൽകുക? SKN അത് ഈ LDFന്റെ സമരത്തിൽ പങ്കെടുക്കും എന്ന രീതിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോഴും ഒരു വ്യക്തതയൊന്നും നടത്തുന്നില്ല. KPCC സ്വീകരിക്കുന്ന നിലപാട് തന്നെയായിരിക്കും തങ്ങളുടേത് എന്നാണ് ഞാൻ അല്പസമയം മുമ്പ് AICCയുടെ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ വരും എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ CPM വെച്ച് പുലർത്തേണ്ട എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. പക്ഷേ അങ്ങനെയാണെങ്കിലും അത് മുന്നോട്ട് വയ്ക്കുന്ന അത്തരത്തിലുള്ള ഒരു ക്ഷണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരുപക്ഷെ ദേശീയ തലത്തിൽ CPMനും സംസ്ഥാന തലത്തിൽ LDFനും അത് നേട്ടമായി മാറും. നിലവിൽ CPM പറയുന്നത് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടാനായി ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമില്ല. അത് ആ കടമ നിർവഹിക്കുന്നത് തങ്ങളാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യഥാർത്ഥ മുഖം തങ്ങളായിരിക്കും കേരളത്തിൽ എന്നതാണ്. ഇതാണ് അവർ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതും. ഈ ഫെബ്രുവരി 8 സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ആയിട്ട് ഈ ഇന്ത്യ സഖ്യത്തിന്റെ മുഖം അഥവാ ഇന്ത്യ സഖ്യത്തിന്റെ കേരള പതിപ്പ് അത് LDF ആണ് എന്ന് സ്ഥാപിക്കാനായിട്ടാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം. അതിന്റെ ഭാഗമായിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ ഇതിന്റെ ഭാഗമായിട്ട് ക്ഷണിക്കുന്നത്. മറ്റ് പ്രതിപക്ഷ പാർട്ടി മുഖ്യമന്ത്രിമാരെയും നേതാക്കന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് CPM ദേശീയ നേതൃത്വത്തിന്റെ തന്നെ താല്പര്യത്തോടു കൂടി സീതാറാം യെച്ചൂരിയാണ് പലരെയും ക്ഷണിക്കാനായിട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. അതിന്റെ ഒരു നേട്ടമുണ്ടാകുമെന്ന് അവർ കരുതുന്നു. മമതാ ബാനർജിയെ പക്ഷേ അവർ ഉൾക്കൊള്ളുന്നില്ല. കാരണം മമതാ ബാനർജി സ്വീകരിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷത്തിനെതിരാണ്, പ്രത്യേകിച്ച് CPMന് എതിരാണ്. അങ്ങനെയുള്ള മമതാ ബാനർജിയെ ഒരു കേരളത്തിലെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക അഥവാ LDFന്റെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ ഈ ശക്തമാക്കുക, സമരം ഡൽഹിയിൽ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്ന വിധത്തിലേക്കുള്ള ഒരുക്കങ്ങൾ ഒക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. KV തോമസ് ആയിരിക്കും മല്ലികാർജ്ജുൻ ഖാർഗെ ക്ഷണിക്കുക. അദ്ദേഹം ഈ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ നടന്നേക്കും എന്നുള്ള സൂചനയുണ്ട്. അദ്ദേഹം നേരിൽ കണ്ട് ഈ സമരത്തിന്റെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടേക്കും. ആ ഘട്ടത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്യും.